സത്യ ഇരുന്നിരുന്നും ചാടി എഴുന്നേറ്റു. കണ്ണുകൾ ചുവന്നു കലങ്ങി ആകെ വല്ലാത്തൊരവസ്ഥയിലായിട്ടുണ്ടാവും. കയ്യിൽ നിന്നും രക്തം നന്നായി ഒഴുകി ഇറങ്ങുന്നുണ്ട്. സത്യക്കിരണിനെ വല്ലാത്തൊരു തരം ഭാവത്തോടെ നോക്കി. വന്യത നിറഞ്ഞ അവന്റെ പൈശാചിക ഭാവം കണ്ട് വിറച്ച് പോയി കിരണു. അഞ്ചു വേഗം വന്ന പേടിയോട് അവനോട് ചേർന്ന് നിന്നു. ആ സമയം സത്യയുടെ മിഴികൾ അഞ്ജുവിന്റെ കയ്യിൽ പതുങ്ങിയിരിക്കുന്ന കുഞ്ഞിലേക്ക് നീണ്ടു. അവിടെ ഇപ്പോഴും നാണാണ്. അവനെ നോക്കി പാൽപുഞ്ചിരി തൂവുന്നുണ്ട്. സംസാരമൊന്നുമില്ലെങ്കിലും ശരിക്ക് യാതൊരു കുറവുമില്ല. എന്തോ ആ കുഞ്ഞിന്റെ മുഖം അവനിൽ വാത്സല്യം നിറച്ചു. അവനിൽ തന്റെ പാറുവിനല്ലാതെ മറ്റൊരാളോട് നിറഞ്ഞ ആദ്യത്തെ വികാരം വാത്സല്യം. ആ കുഞ്ഞിപ്പെണ്ണിനെ കാണുമ്പോൾ തന്റെ പാറു മുന്നിൽ വന്ന് നിൽക്കും പോലെ തോന്നിയവന്. അഞ്ജു ആകെ പേടിച്ചാണ് നിൽപ്പ്. അവന്റെ നോട്ടം കണ്ട് കുഞ്ഞിനവൾ പേടിയോട് തന്നോട് കൂടുതൽ അടക്കി പിടിക്കുന്നുണ്ട്. സത്യയുടെ ഉള്ളൊന്ന് പിടഞ്ഞു. തന്റെ പാറു 4 വർഷം കഴിഞ്ഞു. അവൾ എവിടെ പോകാനാ? ഇനി താൻ പായുന്നത് പോലെ സംഭവിച്ചു. ശത്രുവിന്റെ കയ്യിൽ അകപ്പെട്ടു അവള്. ഓരോന്നോർക്ക് അവനാകെ ഭ്രാന്ത് പിടിച്ചു. അവന്റെ ഓർമ്മകൾ അല്പം പിന്നിലേക്ക് സഞ്ചരിച്ചു. ഹോസ്പിറ്റലിന് മുമ്പിൽ നിൽക്കുമ്പോഴാണ് അവൻ ആ കോള് വന്നത്. മുംബൈയിലെ തന്റെ ഓഫീസിന്റെ വിശ്വസ്തനായ സ്റ്റാഫായിരുന്നു. സാർ, ആകെ കുഴപ്പമാണ്. ശത്രുക്കൾ ഒരുമിച്ച് കഴിഞ്ഞു. വിക്രം സാറിന് പിറകെ തന്നെ ഉണ്ട്. അഭിജിത്ത് അയാളെ കൂട്ടുപിടിച്ചിട്ടാ ലഹരി കടത്താൻ ശ്രമിക്കുന്നത്. അയാൾ അല്പം ബഹുമാനത്തോടെ പറഞ്ഞു. ആ കണ്ടെയ്നറുകൾ കേരളം പിടിയിലിടൂ. അയാൾ പറഞ്ഞതും ഡോക്ടർക്ക് അടുത്തിരിക്കുന്ന ശിവിയെ ഒന്ന് എത്തി നോക്കിക്കൊണ്ട് അവൻ മുരണ്ടു. അഭിജിത്ത് നാട്ടിലേക്ക് വന്നത് തന്നെ ഈ ഡീല് ക്ലിയർ ചെയ്യാൻ വേണ്ടി കൂടിയാണ്. അയാളുടെ അച്ഛന്റെ മരണം മറയാക്കിയ കളിക്കുന്നത്. അത് കേട്ട് സത്യം പൂച്ചത്തോളം ചിരികൂട്ടി. സാറേ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അയാളുടെ ശബ്ദത്തിലെ മാറ്റം അവനെ ജാഗരൂകനാക്കി. സാറിന് തകർക്കാൻ വേണ്ടി മേഡത്തിയ വിക്രം ടാർജറ്റ് ചെയ്തിരിക്കുന്നത്. ശിവാനി മേഡത്തെ കൊല്ലാൻ അവർ ആരൊക്കെയും സാറിന്റെ മാൻഷനിൽ തന്നെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, മേഡത്തെ ഒറ്റയ്ക്ക് പുറത്തു വിടുന്നതും അപകടമാണ്. ഇതുവരെ മേഡത്തിന്റെ ഒരു ഫോട്ടോ പോലും അവർക്ക് കിട്ടിയിട്ടില്ല. അഭിജിത്ത് മുഖേന ഒരു ആക്രമണം മേഡത്തിന് നേരെ ഏത് നിമിഷവും പ്രതീക്ഷിക്കാം. അയാൾ അങ്ങനെ പറഞ്ഞതും അന്ന് ആദ്യമായി സത്യയുടെ കൈയൊന്ന് വിറച്ചു. പാറു തന്റെ പെണ്ണ്. അവൾ വെച്ച് കേൾക്കാൻ നമ്മൾക്കും സാധിക്കില്ല. വിക്രം അവനാണ് അബിയുടെ ബാക്ക് ബോൺ. ഒരു കാര്യം അവൻ തീരുമാനിച്ച ഏത് വഴിയും അവൻ അതിനായി തിരഞ്ഞെടുക്കാൻ മടിക്കില്ല. സത്യദേവ് എന്ന ബിസിനസ്സുകാരനാണ് അവളുടെ പ്രധാന ശത്രു. വിക്രം അയാൾക്ക് തന്നോടുള്ള പക വളരെ വലുതാണ്. സ്വന്തമെന്ന് പറയാൻ ആകെയുണ്ടായിരുന്ന അയാളുടെ സഹോദരനെ ക്രൂരമായി കൊന്ന് അവന്റെ തായ അയാൾക്ക് തന്നെ കൊറിയർ ചെയ്തു കൊടുത്തവനാ സത്യ. അന്ന് സത്യക്ക് മറ്റാരെയും ഓർക്കേണ്ട കാര്യമില്ലായിരുന്നു. എന്നാൽ ഇന്ന് അവൻ ഓർക്കാൻ പലതുമുണ്ട്. സത്യാകെ അസ്വസ്ഥനായി. ആ സമയം അവളെ മാൻഷനിൽ സേഫായി ലോക്ക് ചെയ്യണമെന്ന് അവൻ തീരുമാനിച്ചു. അതിന്റെ ഭാഗമായി അവനൊരു പ്ലാൻ ഉണ്ടാക്കി. തങ്ങൾ വിദേശത്തേക്ക് പോയെന്ന് മറ്റുള്ളവർക്ക് മുമ്പിൽ വരുത്തി തീർക്കുകയും ഇപ്പോഴുള്ള മാൻഷനിലെ ജോലിക്കാരെല്ലാം അവിടുന്ന് മാറ്റുകയും ചെയ്തു. ശിവക്ക് മുമ്പിൽ സത്യം പറയാൻ അവന് മടി തോന്നി. വിക്രം അവനെക്കുറിച്ച് പറഞ്ഞ എന്തുകൊണ്ട് തങ്ങൾ ശത്രുക്കളായെന്ന് കൂടി പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ അവൻ അവളോടൊന്നും പറഞ്ഞില്ല. മുൻപൈയിലെ തന്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഗാർഡ്സിനെ അവൻ കാവലായി അവൻ വീട്ടിലേക്ക് വരുത്തി. ശിവാനി ഒരു കുറുമ്പിയാണെന്ന് അവനറിയാം. കൂട്ടുകാരെ വിളിച്ചാൽ തന്റെ വിലക്കുകളൊന്നും അവൾ കാര്യമാക്കില്ല. സ്റ്റീഫനോ കൂടെയില്ല. കോശി ഒരാളെ കൊണ്ട് അവളെ മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇനി മറ്റൊരാളെ നിയമിക്കാനാണെങ്കിൽ തന്നെ ശത്രു മാൻഷനിലുള്ളവരാണെന്ന് അറിയില്ല. അതിനാൽ തന്നെ മറ്റാരെയും അവളെ വിശ്വസിച്ച് ഏൽപ്പിക്കാനും സാധിക്കില്ല. അവളെ പുറത്ത് കിട്ടിയാൽ ഉറപ്പായും അത് അപകടം വിളിച്ചു വരുത്തും. തന്റെ പെണ്ണ് കണ്ണുപിടിച്ച് പുറത്തു പോകുമെന്ന ഭയത്തിലാണ് അവൻ അവളെ റൂമിൽ ലോക്ക് ചെയ്തത്. അതിലല്പം സ്വാർത്ഥതയും കൂടി കലർന്നിരുന്നു. കാരണം ശത്രു അല്പം ബലശാലിയാണ്. ശിവയെ വെച്ചൊരു പരീക്ഷണം അവന് പറ്റില്ല. അതിനാൽ അവൾക്ക് മുമ്പിൽ അവൻ തന്റെ ഭ്രാന്ത് തന്നെ കാണിച്ചു. സത്യത്തിൽ അവനപ്പോൾ ഭ്രാന്ത് തന്നെയായിരുന്നു. അവളെ നഷ്ടമാക്കുമോന്നും ഭയം, തന്റെ കുഞ്ഞവളിൽ വളരുന്ന സന്തോഷം. എന്നാൽ അതോടൊപ്പം തന്നെ തന്നേക്കാൾ കൂടുതൽ അവൾ ആ കുഞ്ഞിനെ സ്നേഹിച്ചു പോകുമെന്ന ഭയവും അവനെ മതിച്ചിരുന്നു. മുൻപൈയിലെ അത്രയും വിശ്വസ്തരായ ലേഡി ഗാർഡ്സിനെയാണ് അവൻ ശിവക്ക് കാവൽ നിർത്തിയത്. സ്ത്രീകളാണെങ്കിലും അവർ നല്ല ഫൈറ്റേഴ്സ് കൂടിയാണ്. കുഞ്ഞിന്റെ കുണുങ്ങിച്ചിരി കേട്ട് സത്യ ചിന്തകളിൽ നിന്നും പുറത്തു വന്നു. കൊഞ്ചിച്ചിരിക്കുന്ന കുഞ്ഞിനെ അവനൊന്ന് നോക്കി. അഞ്ചുവാക്ക് വിറച്ചാണ് നിൽപ്പ്. 4 വർഷം നിങ്ങളൊക്കെ എന്ത് ചെയ്യുമായിരുന്നു? എന്റെ പെണ്ണ്, എന്റെ കുഞ്ഞ്. ഓ! അവൻ അലറിക്കൊണ്ട് അടുത്ത് കണ്ട മേശ ചവിട്ടി തെറിപ്പിച്ചു. അവന്റെ ദേഷ്യം കടന്ന് മഞ്ജുവിന്റെ കയ്യിലിരുന്ന കുഞ്ഞ് പേടിച്ച് അലറിക്കരഞ്ഞു. കിരൺ അഞ്ജുവിനോട് അകത്തേക്ക് പോകാൻ കണ്ണു കാട്ടിയതും അവൾ വേഗം കുഞ്ഞിനെയും കൊണ്ട് അകത്തേക്ക് പോയി. എന്നാൽ ആ കുഞ്ഞിന്റെ കരച്ചിൽ സത്യയുടെ നെഞ്ചിൽ തറച്ചു. അവനാകെ ഭ്രാന്ത് പിടിക്കും പോലെ തോന്നി. വിക്രം, അഭിഷേക്. അവന്റെ ചുണ്ടുകൾ പകയോടെ മുരണ്ടു. ശിവാനി മിസ്സിംഗ് ആണെങ്കിൽ ഉറപ്പായും അതിന് പിന്നിൽ അവരായിരിക്കും. അഭിജിത്തിനും ഈ കാര്യത്തിൽ പങ്കുണ്ട്. വിടില്ല, ഒരുത്തിനെയും വെറുതെ വിടില്ല ഞാൻ. മുറിവേറ്റ സിംഹത്തെ പോലെ അവൻ ഗർജിച്ചു.
ആരെയും ശ്രദ്ധിക്കാതെ അവൻ കിരണിന്റെ കയ്യിലിരുന്ന കാറിന്റെ കീ പിടിച്ചു വാങ്ങിക്കൊണ്ട് അവൻ കാറ്റുപോലെ മുൻപോട്ട് പാഞ്ഞു. അവർക്ക് അവനെ തടയാനുള്ള സമയം പോലും ലഭിച്ചില്ല. സത്യയുടെ പോക്ക് കണ്ട് എല്ലാവർക്കും സങ്കടം തോന്നി. സത്യക്ക് പിന്നാലെ തന്നെ കിരണും ഓടിച്ചെന്ന് തന്റെ ബൈക്കിൽ കയറി അവന് പിറകെ പാഞ്ഞു. വളരെ സ്പീഡിൽ ഓടുന്ന സത്യയുടെ കാറിനെ പിന്തുടരാൻ അവൻ കുറച്ചേറെ ബുദ്ധിമുട്ടി. സത്യയുടെ മിഴികൾ ഭ്രാന്തമായി അവന്റെ പാറവിനായി നാലു ചുറ്റും നിരീക്ഷിച്ചു. എങ്ങോട്ടെന്നില്ലാതെ അവന്റെ യാത്ര മുഴുവൻ ഒരുവൾക്ക് വേണ്ടി മാത്രമായിരുന്നു. കിരണിനാകെ ടെൻഷനായി. സത്യയുടെ പോക്ക് തന്നെയാണ് അതിന് കാരണം. ഈ സ്പീഡിൽ പോയ ഒരുപക്ഷെ മറ്റൊരു അപകടത്തിലേക്ക് ചെന്ന് അവസാനിക്കുന്നവന് ഉറപ്പായി. ഒടുവിൽ അവന്റെ നിഗമനം ശരിക്കും പോലെ തന്നെ ഒരു ഒഴിഞ്ഞ സ്ഥലമെത്തിയതും കാറ് നിയന്ത്രണം വിട്ട് ഒരു മരത്തിൽ ചേർന്നടിച്ചു നിന്നു. ആ കാഴ്ച കണ്ട് കിരണിന് മനസ്സൊന്ന് വിറച്ചുപോയി. അവൻ കഴിവത് സ്പീഡിൽ തന്നെ വണ്ടി പറപ്പിച്ച് ബൈക്ക് സ്റ്റാൻഡിൽ പോലും ഇടാതെ അവൻ ഓടി വന്നതും അവൻ അമ്പരപ്പിച്ചുകൊണ്ട് ഡോറ് തുറന്ന് സത്യ പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. നെറ്റിയിലൂടെ ഒഴുകിയിറങ്ങുന്ന ചോരയിൽ അവന്റെ മുഖം കുതിർന്നു. കണ്ണുകളിൽ വല്ലാത്ത ക്രൗര്യമാണ്. മുറിവുകളൊക്കെ അല്പം നന്നായി തന്നെ പറ്റിയിട്ടുണ്ട്. എങ്കിലും അവന് മാത്രം ഒരു കുലുക്കോലെന്ന് കണ്ട് കിച്ചു ചെന്ന് അവനെ മുറുകെ പൊടുന്നു. സത്യ, ചേടാ ഒന്നുമില്ലടാ, ശിവയെ നമുക്ക് കണ്ടെത്താടാ, പ്ലീസ് ഇങ്ങനെയൊന്നും ചെയ്യലടാ, നീ എല്ലാം കൂടി എനിക്ക് താങ്ങാൻ പയ്യടാ. കണ്ണുകൾ നിറച്ചുകൊണ്ടൊരു കൊച്ചു കുഞ്ഞിനെ പോലെ അവൻ സത്യയെ പുറന്നു. എന്നിട്ടും സത്യ അനങ്ങിയില്ല. അവന്റെ മിഴികൾ ചുവന്ന് കലങ്ങി. എന്റെ പാറു, അവളെനിക്ക് തിരികെ കിട്ടിയേ മതിയാകൂ. രൂക്ഷമായ അവന്റെ വാക്കുകൾ കിരണിൽ ദയനീയതയാണ് വരുത്തിയത്. എടാ നമുക്ക് ശ്രമിക്കാടാ. യാതൊരു പ്രതീക്ഷയുമില്ലാത്ത കിച്ചന്റെ സമാധാന വാക്കുകൾ സത്യയെ അല്പം പോലും ആശ്വസിപ്പിച്ചില്ല. ഈ ലോകത്ത് അവൻ അവളേക്കാൾ വലുതായി മറ്റെന്താണുള്ളത്? അവനൊന്നും മിണ്ടാതെ എങ്ങോട്ടാണെന്നില്ലാതെ ദിശയറിയാതെ മുന്നോട്ട് നടന്നു. അവളെ വീണ്ടും വീണ്ടും അവന് മിഴികൾ കൊതിയോടെ തേടി. അവന് പിന്നാലെ നോമ്പോടൊരുന്നില്ലായി കിച്ചനും നടന്നു. മനസ്സിലിങ്ങിയ നോമ്പോടെ ഉമ്മറത്തിരിക്കുക എന്ന് ജഗൻ മുറ്റത്തിരമ്പലോടെ വന്നു നിൽക്കുന്ന ചെറിയ മാരുതിക്കാറ് കണ്ട് അവന്റെ കണ്ണുകൾ മൂടി ചാരികസയിലേക്ക് ചാഞ്ഞു കിടന്നു. താനേറെ കാണാൻ കൊതിക്കുന്നൊരു മുഖമാണെങ്കിലും തന്നെ വെറുപ്പോടെ മാത്രം നോക്കുന്നവൾക്ക് മുഖം കൊടുക്കുവാൻ അവന്റെ മനസ്സ് മടിച്ചു. ചെറിയ ഹാൻഡ് ബാഗും എടുത്ത് കാറ് പാർക്ക് ചെയ്തുകൊണ്ട് സേതു അതിൽ നിന്നിറങ്ങി ഉമ്മറത്തേക്ക് ജഗനെ കണ്ടെങ്കിലും വാശിയോടെ അവൾ മുഖം തിരിച്ചു. അവനെ കാണുന്ന ഓരോ നിമിഷവും തനിക്ക് ജീവിക്കാനുള്ള അവളുടെ വാശി കൂടുകയായിരുന്നു. സ്വന്തമായി പടുത്തിർത്തിയ അച്ചാറ് കമ്പനിയിൽ സേതു അഭിമാനിച്ചു. താൻ അധ്വാനിച്ച പണം കൊണ്ട് അവൾ സ്വന്തം ആവശ്യങ്ങൾ നടത്തി. ചെറിയ വാഹനം, അത്യാവശ്യം സ്വർണം, ടൗണിൽ ഒരു 4 സെന്റ് ഭൂമിയിൽ ചെറിയൊരു വാർത്ത വീട് എല്ലാം അവൾ സ്വന്തമായി നേടി. ഇപ്പോൾ അവൾ കുറച്ചുകൂടി ബോൾഡായി. മറ്റാരെയും ശ്രദ്ധിക്കാതെ തൻ്റെ മകൾക്ക് വേണ്ടി ഒക്കെയും ഒരുക്കി കൊടുക്കുവാൻ അവൾ അമ്മക്ക് കഴിഞ്ഞു. 2 വർഷം മുമ്പാണ് സേതു ജഗന് പിരിഞ്ഞത്. ജഗനിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങിയെടുക്കാൻ അവൾ അല്പം ബുദ്ധിമുട്ടി. കുടുംബത്തിൽ തന്നെ അവൾ എതിർക്കാൻ ആളുകളുണ്ടായിരുന്നുവെങ്കിലും അവൾ വാശിയോടെ തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. ഒടുവിൽ അവനിൽ നിന്നും മോചനം കിട്ടിയതും ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ പറന്നു വരുന്നു അവൾ. അവൾക്ക് വേണ്ടി അവൻ സ്വയം മാറിക്കൊടുത്തു. വൈദി ഇപ്പോൾ ഹാപ്പിയാണ്. ജീവിതം കൊണ്ട് സെപ്പറേറ്റഡ് ആണെങ്കിലും അച്ഛനും അമ്മയും അവളെ നന്നായി നോക്കുന്നുണ്ട്. സേതു അകത്തേക്ക് കയറിപ്പോയെന്ന് ഉറപ്പായതും ജഗൻ ചുവന്ന് നിറഞ്ഞു വന്ന മിഴികൾ വലം കൈ കൊണ്ട് അമർത്തി തുടച്ചു. വിശപ്പ് കൊണ്ട് പാലിന് വേണ്ടി കിടന്ന് ഏങ്ങിക്കരയുന്ന കുഞ്ഞിനെ കണ്ട് അഞ്ചു ദേഷ്യത്തോടെ മുഖം തിരിച്ചു. ആ കുഞ്ഞിനോട് വല്ലാത്ത വെറുപ്പാണ് അവൾക്ക്. അഞ്ജുവിന് മുമ്പിൽ കിച്ചൻ നിസ്സഹനാണ്. വീട്ടുകാർക്ക് മുമ്പിൽ മാത്രം അവൾ ആ കുഞ്ഞിനെ പരിഗണിക്കും. തനിയുള്ള അവസരങ്ങളിൽ ആ കുഞ്ഞിനെ തിരിഞ്ഞു പോലും നോക്കില്ല. അവളെ തിരുത്താൻ പോലും അവന് സാധിക്കാറില്ല. കാരണം മറ്റൊരവനാൽ അത്രയും മുറിഞ്ഞു പോയൊരു മനസ്സാണ് അവളുടേത്. തന്നെ നശിപ്പിച്ചവൻ്റെ ഓർമ്മ പോലെ നിലകൊള്ളുന്ന ആ കുഞ്ഞിനോട് ആ പെണ്ണിടത്തേക്ക് വെറുപ്പല്ലാതെ മറ്റെന്താണ് തോന്നുന്നത്? ആ കുഞ്ഞിനെ കാണാൻ അവന് സങ്കടമാണെങ്കിലും അഞ്ജുവിന് ഒന്നിനും അവൻ എതിർക്കാറില്ല. ആദിയുടെ അതേ മുഖസാമ്യമാണ് ആ കുഞ്ഞിപ്പെണ്ണിന്. അതാണ് അഞ്ജുവിന് ഭ്രാന്ത് പിടിപ്പിക്കുന്നത്. ഗർഭിണിയായിരുന്ന സമയത്തുണ്ടായ മാനസിക സമ്മർദ്ദവും ശ്രദ്ധക്കുറവും ആ കുഞ്ഞിനെ സാരമായി തന്നെ ബാധിച്ചിരുന്നു. കുഞ്ഞിന് സംസാരിക്കാനുള്ള കഴിവില്ല. ആ ഒരു കുറവ് കൂടിയായതും കുഞ്ഞിനോടുള്ള കിരണിന്റെ സ്നേഹം അല്പം കൂടി. അഞ്ജുവിനും അതിനോട് അല്പം സഹതാപമെന്ന് ഒഴിച്ചാൽ മറ്റൊരു തരത്തിലുള്ള സ്നേഹമില്ല. അഞ്ജു, കുഞ്ഞ് കരയുന്നു, പാവം, ശബ്ദം പോലും ശരിക്കും വരുന്നില്ല അതിന്. കീച്ചു സങ്കടത്തോടെ പറഞ്ഞതും അവൾ ആ കുഞ്ഞിനെ നോക്കി. അവളുടെ മിഴികൾ നിറഞ്ഞു. ഒട്ടും ഇഷ്ടമല്ലെങ്കിലും ആ മിണ്ടാപ്രാണിയെ പട്ടിണിക്കിടാനുള്ള മനസ്സൊന്നും അവൾക്കില്ലായിരുന്നു. കുഞ്ഞിനെ വാരിയെടുത്ത് മടിയിൽ വെച്ചുകൊണ്ട് അവൾ ആ കുഞ്ഞിനെ പാലൂട്ടി. സത്യ ഒരുവിധം മാൻഷനിലെത്തിച്ചാണ് കിച്ചു തിരികെ വന്നത്. സത്യക്കരികിൽ അനിയെ നിർത്തിയിരുന്നു. കുളിച്ചു വന്ന് ഭക്ഷണം കഴിച്ച് മുറിയിലെത്തിയപ്പോഴാണ് അവൻ കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടത്. കിച്ചേട്ടാ, അഞ്ചു പതിയെ അവനെ വിളിച്ചു. ബെഡിലേക്ക് മലർന്ന് കിടന്നുകൊണ്ട് അവനൊന്ന് മൂളി. നമുക്ക് ഈ കുഞ്ഞിനെ ഏതെങ്കിലും അനാഥാലയത്തിൽ ഉപേക്ഷിച്ചൂടെ? അവളുടെ ചോദ്യം കേട്ട് ഞെട്ടലോടെ അവൻ ചാടി എഴുന്നേറ്റു.